എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കുറച്ചു നാളായി പരീക്ഷകൾ എഴുതി ജോലി ലഭിക്കാതെ ഇരിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. നിങ്ങൾക്ക് ഉറപ്പായും ജോലി ലഭിക്കാനുള്ള ഒരു വഴി ഇതിലുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. എന്തുകൊണ്ടാണ്? LGS ലെവലിലാണ് പരീക്ഷയെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും എഴുതാവുന്ന ഒരു LGS പരീക്ഷയാണ് കമ്പനി ബോർഡ്. അതുമാത്രമല്ല, 3000-ലധികം വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റ് കൂടിയാണ് കമ്പനി ബോർഡ് LGS. കമ്പനി ബോർഡ് LGS മാത്രമല്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റുകളുടെ ലിസ്റ്റിൽ നിന്നും 3000-ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ LGS ലെവലിലുള്ള ഈ പരീക്ഷ കുറച്ചു നാളായി പരീക്ഷകൾ എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും വരുന്ന ഒരു സുവർണ അവസരമാണ് കമ്പനി ബോർഡ് LGS. നമുക്കറിയാം, ഈ പരീക്ഷയ്ക്ക് മാത്സും കറണ്ട് അഫയേഴ്സും GK മാത്രം പഠിച്ചാൽ മതി. എന്നാൽ നമുക്കറിയാം, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷും മലയാളവും എല്ലാം പഠിക്കാനുണ്ട്. ഇത് രണ്ടും ഒഴിവാക്കി, അതായത് ഇംഗ്ലീഷും മലയാളവും ഒഴിവാക്കി വരുന്ന ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് വേരിയസ് LGSൽ നിന്നും നമുക്ക് എഴുതാനായി സാധിക്കാറില്ല. എന്നാൽ കമ്പനി ബോർഡ് LGSന് ആ ബുദ്ധിമുട്ടില്ല. ഡിഗ്രി ഉണ്ടെങ്കിലും എന്നാൽ ഡിഗ്രി പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായി സാധിക്കാതെ ഇരിക്കുന്നവർക്കും എഴുതാവുന്ന ഒരു എളുപ്പമുള്ള ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. പരീക്ഷ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ട് ഓഫ് വളരെയധികം കൂടുതലായിരിക്കും. നമുക്കറിയാം, മെയിൻസിൻ്റെ കട്ട് ഓഫ് 90+ കട്ട് ഓഫ് വരും. പ്രിലിംസിനാണെങ്കിലും 80+ കട്ട് ഓഫ് ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അറ്റൻഡർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം, പരീക്ഷ വളരെ ഈസി ആയിരുന്നു. എന്നാൽ അതിന് കട്ട് ഓഫ് കൂടുതലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം അതിനനുസരിച്ച് നല്ല രീതിയിൽ അതിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായി സാധിക്കും. കാരണം അതിൽ കൂടുതലായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടി പഠിക്കേണ്ടതില്ല. പക്ഷേ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും, അതായത് സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ പരീക്ഷയുടെ സിലബസ് നേരത്തെ വന്നിട്ടുണ്ട്, ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത് പ്രകാരം 2 ഡേറ്റുകളിലായിട്ട് 4 ഘട്ടങ്ങളിൽ, അതും ഒരു പ്രത്യേകതയാണ്. ആദ്യമായി ഒരു പരീക്ഷയുടെ 2 ഘട്ടങ്ങൾ ഒരേ ദിവസം നടത്തുന്ന ഒരു പ്രത്യേകത കൂടി ഈ പരീക്ഷയ്ക്കുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ജൂലൈ 18-ന് 2 ഘട്ടങ്ങളിലെ പരീക്ഷ ഒരേ ദിവസം നടത്തുകയാണ്. നമുക്കറിയാം, ഒരു ഘട്ടത്തിലെ പരീക്ഷ കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൻ്റെ പാറ്റേണൊക്കെ നോക്കി പഠിക്കാനുള്ള ഒരു സമയം ഈ പരീക്ഷയ്ക്കില്ല. 1ാം ഘട്ടം എഴുതിയവർക്ക് ജൂലൈ 18-ന് രാവിലെ 10 മുതൽ 11:35 വരെ അവരുടെ പരീക്ഷ നടക്കും. അതേ ദിവസം 2ാം ഘട്ടവും നടക്കുകയാണ്. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെയാണ് 2ാം ഘട്ടം. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനം വളരെയധികം മുമ്പോട്ട് പോകേണ്ടതാണ്. പിന്നെ 3ാം ഘട്ടം 4ാം ഘട്ടവും നടക്കുന്നത് ഓഗസ്റ്റ് 1-നാണ്. ഇതുപോലെ തന്നെ ടൈമിംഗ് 10 മുതൽ 11:35 വരെ, ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ. ഇത്രയുമാണ് ഇപ്പോൾ അറിവായിരിക്കുന്ന ടൈം ടേബിൾ. ഈ 4 ഘട്ടങ്ങളോടുകൂടെ പരീക്ഷ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ പഠനവും അതിനനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, സിലബസ് ഇംഗ്ലീഷും മലയാളവും ഒഴിവാക്കിയിട്ടുള്ളതാണ് നമ്മളുടെ ഇതിൻ്റെ സിലബസ്. മാത്സിൻ്റെ 20 മാർക്ക് ഉറപ്പായും നിങ്ങൾ വാങ്ങേണ്ട ഒരു മാർക്കാണ്. കാരണം കമ്പനി ബോർഡ് LGSലെ ഓരോ മാർക്കിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ ഇതിൻ്റെ സിലബസ് വൈസ് പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായും മനഃപാഠമാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ കമ്പനി ബോർഡ് LGS വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായി സാധിക്കും. കാരണം ഇനി കമ്പനി ബോർഡ് LGS ലിസ്റ്റിൽ വന്നാലും കുറേ അധികം പേർ മറ്റുള്ള ജോലികൾ, ഇപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കുന്നുണ്ട്, ഇനി ബെവ്കോ LDC ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്.
അതുമാത്രമല്ല ഇനി വരാവുന്ന LDC വരുന്നുണ്ട്. ഇതെല്ലാം പഠിക്കുന്നവർ ഒരേ PSC ഉദ്യോഗാർത്ഥികൾ തന്നെയായിരിക്കും. അപ്പോൾ അവർ കിട്ടുന്നതിനനുസരിച്ച് മാറി പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് കിട്ടുന്നവരും കമ്പനി ബോർഡ് LGSൽ സ്ഥാനം പിടിക്കും. അവർ പിന്നീട് ഡിക്ലൈൻ ചെയ്തും ജോലിയിൽ നിന്ന് മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണേണ്ട ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് LGS. ഇനി നിങ്ങൾ ആദ്യം തുടങ്ങി പഠിച്ചവരായിക്കോട്ടെ എങ്കിൽ പോലും ഇനി ജൂലൈ 18 എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെയ് 15 ആകുന്നതേയുള്ളൂ. ഉറപ്പായും 2 മാസം മാത്രമുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രിലിംസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാനായി സാധിക്കും. എങ്ങനെ പഠിക്കണം? സിലബസ് വൈസ് പഠിക്കണം. അതായത് മാത്സ് എല്ലാ ദിവസവും മാത്സിനായി 1 മണിക്കൂർ കൊടുത്ത് ഓരോ ടോപ്പിക് വെച്ച് പഠിച്ചാൽ തന്നെ ഈ 60 ദിവസം കൊണ്ട് ഓരോ ടോപ്പിക്കും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ നോക്കി പഠിച്ചാൽ തന്നെ ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാത്സിലെ 20 മാർക്കും എളുപ്പത്തിൽ സ്കോർ ചെയ്യാനായി സാധിക്കും. ഇനി ചിലർക്കുണ്ട് മാത്സ് കുറച്ച് ബുദ്ധിമുട്ട്, എങ്കിൽ പോലും ഈ LGSന്റെ മാത്സ് കിട്ടാൻ കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് 20 മാർക്ക് ലഭിക്കും. പിന്നെ ബാക്കി വരുന്നത് 80 മാർക്ക് എന്ന് പറയുന്നത് GK ഭാഗത്തു നിന്നുള്ള മാർക്കാണ്. അതിൽ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി 10 മാർക്ക്, കേരള ഹിസ്റ്ററി 10 മാർക്ക്, ജിയോഗ്രഫി അതുപോലെ തന്നെ ഇന്ത്യൻ ജിയോഗ്രഫി 10 മാർക്ക്, കേരള ജിയോഗ്രഫി 10 മാർക്ക്. അപ്പോൾ തന്നെ മാത്സും 60 മാർക്കായി. ബാക്കി സയൻസും ഇതുപോലെ 20 മാർക്ക്. ഇനി വരാവുന്ന ഒരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്ക്, ലാസ്റ്റ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. ഈ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടെ നോക്കണം. കാരണം ഇപ്പോൾ ഇത് 10 മാർക്കാണെങ്കിൽ മെയിൻസിലോട്ട് വരുമ്പോൾ അത് 20 മാർക്കായി കൂടുന്നതാണ്. അതിന് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കിപ്പോയാൽ തന്നെ നിങ്ങൾക്ക് ആ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ടോപ്പിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ചാനലിൽ ഒരു 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോകളായി ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി ആ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനായി ഇനി ഒരു 10-20 മിനിറ്റ് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് വീഡിയോകളും വരും. അതെല്ലാം പഠിച്ചാൽ തന്നെ കറണ്ട് അഫയേഴ്സ് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായി സാധിക്കും. സാധാരണഗതിയിൽ എല്ലാവർക്കും ലഭിക്കുന്ന മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മാത്സും വളരെ കൃത്യമായിട്ട് പഠിക്കണം. കാരണം പഠിച്ചാൽ മാർക്ക് ലഭിക്കും എന്ന് ഉറപ്പുള്ള ഒരു ടോപ്പിക്കാണ് മാത്സ്. പുറമേ നിന്ന് വരില്ല, കാരണം അതിൽ നിന്നുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അത് കൃത്യമായി പഠിച്ചാൽ അതിൽ നിന്നുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായി സാധിക്കും. ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ എളുപ്പമാകുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കട്ട് ഓഫ് കൂടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം വളരെ നല്ല രീതിയിൽ ഈ 60 ദിവസം മാത്രം പഠിച്ചാൽ തന്നെ പ്രിലിംസ് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതൊരു ബാലികേറാം മലയല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് പരീക്ഷ എഴുതി കിട്ടാത്തവർ ഇതിനായി വളരെ നല്ല രീതിയിൽ ശ്രമിക്കുക. അതായത് ഇതിൻ്റെ സിലബസ് വൈസ് നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കി ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ്, ഏത് ടോപ്പിക്കിൽ നിന്നാണ്, ഏത് തരത്തിലുള്ളതാണ് എന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ കുറേ നാളായി പരീക്ഷ എഴുതി ലഭിക്കാതെ ഇരിക്കുന്നവർക്ക്, വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു വളരെ നല്ല ഒരു അവസരമാണ് കമ്പനി ബോർഡ് LGS. ഇനി നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കമ്പനി ബോർഡ് LGS കിട്ടാത്തവരാണ് എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ പഠനം അതിനനുസരിച്ച് കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ കമ്പനി ബോർഡ് LGS നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായി സാധിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ വേരിയസ് ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോകളും പിന്നെ അതിൻ്റെ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഏതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യമെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.